കഴിഞ്ഞ ദിവസം ജഗദീഷ് ശ്രീകുമാറിന്റെ അഭിനയത്തെക്കുറിച്ച് നടനും സംവിധായകനുമായ ലാൽ പറഞ്ഞത് വിവാദമായിരിക്കുകയാണ്. ഇപ്പൊ ഈ അമ്പിളിച്ചേട്ടനെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ്, പുള്ളി ഷോട്ട് എടുക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ചില ഡയലോഗ് പറയും, ചില മൊമെന്റ്സ് അത് ഒട്ടും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യാനേ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഡയറക്ടർ നിർബന്ധമായിട്ട് പറയണം. ഒന്നില്ലെങ്കിൽ അത് പറഞ്ഞിട്ട് ചെയ്യണമായിരുന്നു എന്ന് പറയണം, അല്ലെങ്കിൽ നന്നായിരുന്നു അതുകൊണ്ട് ഓക്കെ എന്ന് പറയണം, അതല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് മാറ്റണം. ഒരു നടന്റെ അഭിനയം സംവിധായകൻ പറയുന്നതിന്റെ അപ്പുറത്തേക്കൊന്നും പോകാൻ പാടില്ല എന്നും ജഗദീഷ് ശ്രീകുമാർ അങ്ങനെ അഭിനയിച്ചത് ശരിയായ രീതിയല്ല എന്നും ഒരു നടൻ കയ്യിൽ നിന്നും ഒന്നും എടുത്തിടണ്ട എന്നും. ഇവിടെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സംവിധായകൻ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള അഭിനയം ഒരു നടൻ കയ്യിൽ നിന്നും എടുത്തിട്ടാണ് നമ്മളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്നത്. കഴിവുള്ള എല്ലാ നടന്മാർക്കും കഥാപാത്രത്തിലേക്ക് ഒരു പരകായ പ്രവേശം ഉണ്ടായിരിക്കും. അപ്പോൾ കഥാപാത്രമായി മാറുമ്പോൾ സംവിധായകന്റെ മനസ്സിൽ ഉള്ളതിനേക്കാൾ അപ്പുറം അഭിനയം കാഴ്ചവെക്കുകയും ചെയ്യും. സംവിധാനം ഇപ്പോൾ തനിക്ക് പറ്റിയ പണിയല്ല എന്നും പ്രായം ചെല്ലുന്തോറും ശരിയാവില്ലാത്തതുകൊണ്ട് അഭിനയത്തിലേക്ക് മാറിയതെന്നും പറയുന്ന ലാൽ ഈ വാക്കുകളിലൂടെ നല്ലൊരു സംവിധായകനായിരിക്കാനുള്ള ബുദ്ധിയില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ പണമുണ്ടാക്കാൻ മാത്രം സിനിമയെ ഉപയോഗിച്ച ഒരു സംവിധായകന് ജഗദീഷ് ശ്രീകുമാർ എന്ന നടനെക്കുറിച്ച് അഭിപ്രായം പറയാൻ തക്ക എന്തുണ്ട്? ഒരു സംവിധായകന്റെ മനസ്സിലെ ദൃശ്യങ്ങൾ പൂർണ്ണമായും അഭ്രപാളികളിൽ പകർത്താൻ ആർക്കും കഴിയില്ല. ഒരു നടന്റെ അഭിനയത്തിന്റെ കഴിവിനെ അനുസരിച്ചാണ് സംവിധായകന്റെ സിനിമയും മെച്ചപ്പെടുന്നത്. ഒരു വടക്കൻ വീരഗാഥയിൽ മമ്മൂട്ടിക്ക് പകരം മോഹൻലാലിനെ നടനായി വെച്ചാൽ എന്ത് സംഭവിക്കും എന്നതുപോലെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. മോഹൻലാൽ ചെയ്ത വേഷങ്ങൾ മമ്മൂട്ടിക്കും ചെയ്യാൻ കഴിയില്ല. നടനം അഭിനയം എന്നത് പൂർണ്ണമായും ഒരു നടന്റെയോ നടിയുടെയോ കയ്യിൽ നിന്നും ഇടുന്നതാണെന്ന് അഭിനയകല എന്താണെന്ന് അറിയാവുന്ന ഏവർക്കും അറിയാം. ആ അർത്ഥത്തിൽ സംവിധായകൻ ഒരു നടനോട് അഭിനയിക്കാൻ പറയുമ്പോൾ ആ നടന്റെ അഭിനയിക്കാനുള്ള കഴിവിൽ നിന്ന് പല ഭാവങ്ങളും ചലനങ്ങളും രൂപപ്പെടും. കേവലമായ ഡയലോഗ് പ്രസന്റേഷനിലും അപ്പുറമുള്ള വ്യത്യസ്തതകളിലാണ് നടന്റെ കഴിവ് നമ്മൾ വിലയിരുത്തുന്നത്. കേവല ഡയലോഗുകൾ മാത്രം പറഞ്ഞ് അതിലൂടെ സംവിധാനത്തെ കാണുന്ന ലാലിനെ പോലെയുള്ള സംവിധായകർക്ക് അത് മനസ്സിലാവണമെന്നില്ല. മോഹൻലാലും ജഗതിയും ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ അവിടെ ഒരു കെമിസ്ട്രി രൂപപ്പെടുന്നത് നമുക്ക് കാണാം. സിനിമ സംവിധായകന്റെ കല മാത്രമാക്കാൻ നല്ല സംവിധായകനെ കഴിയുകയുള്ളൂ. അവിടെ സംവിധായകൻ പറയുന്നതിന് അപ്പുറം ഒന്നും ഒരു നടനെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല. ജീവിത ദുരിതങ്ങളുടെ നേർചിത്രീകരണത്തിന് നല്ല സിനിമകൾ ചെയ്യുന്ന സംവിധായകന് ഇത് നിർബന്ധമാണ്. അതേസമയം കച്ചവട സിനിമയുടെ സംവിധായകനായ ലാൽ ഇത് പറയുമ്പോഴാണ് വിചിത്രമാവുന്നത്. അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള സംവിധായകർ നടന്റെ കയ്യിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കും. അതാണ് സംവിധാനം. നടനാവട്ടെ ആക്ഷനും കട്ടിനുമിടയിൽ ഉള്ള സമയത്ത് ആ കഥാപാത്രത്തിന് അനുസരിച്ച് അവരുടെ കയ്യിൽ നിന്നുള്ള വ്യത്യസ്തമായ ഭാവാഭിനയവും എന്തും ചെയ്യാം. അതിലാണ് നടന്റെ അഭിനയ മികവും. നാടൻ ഭാഷയല്ല പത്മരാജന്റെ തൂവാനത്തുമ്പികൾ എന്ന സിനിമയിൽ മോഹൻലാൽ പറഞ്ഞതെന്ന സംവിധായകൻ രഞ്ജിത്തിന്റെ വയസ്സാം കാലത്തെ അഭിപ്രായം പോലെ ഇതും നമുക്ക് ചിരിച്ചു തള്ളിക്കളയാം.